ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നഴ്സറിയുടെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. ഒറ്റപ്പാലത്ത് നിന്നാണ് ചെക്കൻ. അപ്പോൾ രാവിലെ 7 മണിക്ക് ബ്യൂട്ടീഷ്യൻ വരും പറഞ്ഞപ്പോൾ നഴ്സറി ഇങ്ങോട്ട് വന്നു കേട്ടോ. അവിടെ വിരുന്നുകാരും ബഹളമൊക്കെ ആയതുകൊണ്ട് അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരുങ്ങാളൊരു പ്രൈവസി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് ആരുമില്ല. അപ്പോൾ നഴ്സറിയുടെ കൂട്ടുകാരും എല്ലാവരും ഇങ്ങോട്ട് വന്നു കേട്ടോ. ഷിനും ഷിഫിയും അതുപോലെ രാഗേന്ദും അവരൊക്കെയും രാവിലെ തന്നെ നഴ്സറിക്ക് തുണയ്ക്ക് എല്ലാവരും ഇവിടെ എത്തി. എന്നിട്ട് നഴ്സറിയുടെ ബ്യൂട്ടീഷ്യന്മാർ പറഞ്ഞു 10 മണി ആകുമ്പോഴത്തേനും ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നഴ്സറിയും അപ്പോൾ ഷിനും ഷിഫിയും നമ്മുടെ റിയയും രാഗേന്ദും തിരക്കാണ് കേട്ടോ. 10 മണിയാകുമ്പോൾ പെണ്ണ് വരുമ്പോഴത്തേനും രാഗേന്ദു എന്താണ് ഷിനു ഷെഫിനിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു, കുറേ എണ്ണത്തിലുണ്ടല്ലോ. അപ്പോൾ അവർ ഒരുങ്ങിയതിൻ്റെ ഭംഗിയാണ് കേട്ടോ. എൻ്റെ കട്ടലിൽ എറിയുമ്പോൾ കട്ടലിൽ കിടക്കുന്നത് കണ്ടില്ല. വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ റൂം വൃത്തിയേടാവും പറഞ്ഞ വെറുതെ അല്ല. അവളെ വേസ്റ്റ് നോക്കി പറഞ്ഞേ അവിടെ നോക്കണ്ട, അവിടെ കുറച്ച് അവളെ വയ്ക്കുവാണ്. ആ ചിതിരി ചെയ്ത് 2 കണ്ട് കറക്റ്റ് ചെയ്ത് അവിടെ നോക്കി ചെയ്ത് ഫോട്ടോ എടുക്കൽ കഴിയട്ടക്ക. ചെക്കൻ വരാറാകുമ്പോ വിളിക്കില്ലേ? നിങ്ങള് പോയാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ വണ്ടി എടുക്കാം. ഷിനുവിനെ കാണാനല്ലോ. ഒന്നുകൂടി ക്ലോസ് ആണോ? ക്ലോസ് ആയി ബ്രെഡ് അവിടെ വയ്ക്കല. ബ്രെഡ് ഇവിടെ വയ്ക്കി ഫേസ് കൂടെ അപ്പ് ചെയ്ത് നഴ്സറി പാല് തന്നാലൊന്നാ. സംസാരിച്ചത് ഉമ്മ കൊടുത്തു. മുഖത്തേക്ക് അല്ല ചിരിക്കട്ടാ. 4 മണിക്ക് ചിരിക്കുക. അടിപൊളി. എല്ലാരും സംസാരിച്ച് ബ്രൈഡ് ഒന്നും കിട്ടുന്നേ.
നിങ്ങൾ പറഞ്ഞോ ബ്രൈഡ് കൊണ്ട് വരാം ബ്രൈഡ് മാത്രം കൊണ്ട് വരാം ഇനി മൂന്നാളും കൂടി നിന്നോ റെഡി റെഡി അടിപൊളി അടിപൊളി ബ്രൈഡ് ഇത് നസിരയുടെ 2 അനിയന്മാരാണ് കേട്ടോ. മറ്റേത് താത്തയും താത്തയുടെ മോളുമാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടിയിട്ട് എന്നിട്ട് മോൾക്കാണെങ്കിൽ നസിരയുടെ കയ്യിലുള്ള ബൊക്ക വേണം എന്നുള്ള വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. അവർ ഇട്ട് കഴിഞ്ഞു. ഇത് നസിരയുടെ ചുവപ്പുള്ളത് നസിരയുടെ കുഞ്ഞുമ്മ, അതായത് ഇക്കാടെ താത്ത, മറ്റേത് ഇക്കാടെ 2 താത്താർ. ഈ താത്താടെ മോളുടെയാണ് നിശ്ചയം. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തത് കാരണം ആദ്യം എടുക്കില്ല എന്ന് വിചാരിച്ച് പിന്നെ എടുത്തു. ഇത് റാഫിയുടെ 2 മക്കളും വൈഫുമാണ് കേട്ടോ. പിന്നെ ഇത് നസിരയുടെ ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാവരും പിന്നെ മാറി മാറി ഓരോരുത്തരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ നേരെ വൈകിയ മട്ടൊക്കെ തിരക്കും കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഇവിടെ നിന്നാണെങ്കിൽ ഇവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കടമ്മയും പെങ്ങളും. അപ്പം നസിരയുടെ ഉമ്മാടമ്മ കടമ്മ. അപ്പം അങ്ങനെ അതിൻ്റെ ഫോട്ടോ ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ, പിന്നെ അത് പിന്നെ എടുക്കാൻ പിന്നെ വേറെ ടൈം കിട്ടില്ല പറഞ്ഞിട്ട് നിൽക്കങ്ങനെ തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നാലും നിൽക്ക് ഫോട്ടോസ് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ട് ക്യാമറാമാൻമാരും പറഞ്ഞു കേട്ടോ. ഇതെടുക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സൗകര്യം ഉണ്ടാവില്ല പറഞ്ഞിട്ട് അതൊക്കെ എടുപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ വായോ എന്ന് വിളിച്ചിട്ട് സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വണ്ടിയിൽ ഇരുന്നിട്ട് വണ്ടി AC ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവർക്ക് നസിരയ്ക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കാണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ചെക്കനെ വെയിറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ചെക്കൻ വരുമ്പോൾ കല്യാണച്ചക്കൻ വരുമ്പോൾ ഒരുപാട് ലേറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരൊക്കെയും എത്തിയിട്ട് വേണ്ട വരാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ മാക്സി വാങ്ങുന്ന ചേച്ചിയാണ് കേട്ടോ. ആ ഭാഗത്തുള്ള എല്ലാവരും ഈ ചേച്ചിയുടെ അടുത്ത് മാക്സി വാങ്ങുന്ന ചേച്ചി ദിവസം വീട്ടിലായി. പിന്നെ ഞങ്ങൾ ഫോട്ടോ സ്റ്റേജിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. ചെക്കൻ നേരം ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കല്യാണച്ചക്കൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ, നമ്മുടെ എൻഗേജ്മെൻറ്റിന് അങ്ങനെ പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ, കല്യാണമായിട്ടില്ലെങ്കിലും എൻഗേജ്മെൻ്റ് ആണല്ലോ. അങ്ങനെ അത് നസിരയുടെ കൂട്ടുകാരാണ് കേട്ടോ. മറ്റേത് ഷിനും ഷിഫയും വേറെ ഫ്രണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സിനൊക്കെ ഒറ്റയ്ക്ക് പോകാൻ മടി. അപ്പോൾ അവരൊക്കെ ഷിനുവിനും ഷിഫേനെയും വിളിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്ന്. ഇത് നമ്മുടെ സുഹൈബും സാദിക്കും പിന്നെ അവരുടെ പെങ്ങളും കേട്ടോ. അവരുടെ പെങ്ങളിനെയും അവിടെ ഒറ്റപ്പാലത്തേക്ക് തന്നെയാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ഉമ്മയുടെ അനിയത്തിമാരും അവരുടെ മക്കളും അമ്മായിയും അവരെല്ലാവരും കൂട്ടിയിട്ട് അവരൊക്കെ കാളി റോഡ്, ഒരാൾ പെരിന്തൽമണ്ണ, അങ്ങനെ സെറ്റിലാണ്. അങ്ങനെ ഓരോരുത്തർ വീഡിയോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ വീഡിയോസ് എടുക്കും, കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ അത് വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ ഉമ്മയും ഇപ്പയും അസ്നയും മോളയ്ക്കും വന്നു കേട്ടോ. അപ്പോൾ അവരെ വീഡിയോ എടുത്തു. എപ്പോഴും ഇതുകൊണ്ട് പിടിച്ചിട്ട് നിന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ദേഷ്യം വരില്ലേ. പണ്ട് ഞാൻ കുറച്ചൊക്കെയും വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറേ ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ എന്താ പറഞ്ഞ ഓരോരുത്തരും വന്നു പോണ തിരക്കിലും പിന്നെ ഈ ഭക്ഷണം നമ്മുടെ ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനും അതേപോലെ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വെൽക്കം ഡ്രിങ്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെക്കനെ കാത്തിട്ട് ഇവിടെ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. ചെക്കൻ വരാറായി എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാണ് നമ്മുടെ ഫുഡ് കൗണ്ടർ. അങ്ങനെ ചെക്കൻ കാത്തിരുന്ന് മണവാളനെത്തി. പിന്നെ മണവാളൻ വന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ഷൂട്ടും തിരക്കും എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഇതിൻ്റെ വീഡിയോസൊക്കെ കൊടുക്കുമ്പോൾ ആകെ കരപരയെന്നുള്ള സൗണ്ടാണ് കേൾക്കണത്. അപ്പം ഞാൻ എൻ്റെ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. വോയിസ് കൊടുത്തിട്ട് എനിക്കാണെങ്കിൽ ഒന്നും പറയാനും കിട്ടണില്ല ഗൈസ്. അങ്ങനെ കല്യാണ ചെക്കന് കുറച്ച് നേരം ലേറ്റായിട്ട് അവരുടെ മറ്റേ ബൊക്കയും അതുപോലെ മിഠായിക്ക് എടുത്തിട്ട് വരാൻ കുറച്ച് നേരം വൈകി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് എന്താ പറയുക ആകെ തിരക്കും ബഹളവും ഇരുന്നു കേട്ടോ. നേരം വൈകിയതല്ലേ, ഇപ്പം തന്നെ സമയം 1 മണിക്ക് ആവാറായി തോന്നുന്നു, അത്രയും ലേറ്റായി. അങ്ങനെ നമ്മുടെ ചെക്കനും കൂട്ടരും എത്തി ഗൈസ്. എന്താ പറയുക നസിരിനെ കല്യാണം കഴിക്കാൻ പോണ ചെക്കൻ്റെ ഷാഹിദ് എന്ന് പറയല്ലേ, ഷാഹിദിൻ്റെ
തൊട്ടടുത്ത വീട്ടിലാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ അവളെ കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം പിന്നെ കണ്ടിട്ടുള്ളത് ഷാഹിദിൻ്റെ വീട് കാണാൻ പോയിരുന്നു ഞങ്ങൾ. ആ സമയത്താണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് ഷാഹിദിൻ്റെ ഉമ്മയാണ് കേട്ടോ, ഉമ്മയും പെങ്ങളുമാണ്. എന്താ മൊത്തം ഓഡിറ്റോറിയം. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, അവളുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എവിടെയോ കണ്ട് മറന്നൊരു മുഖം തോന്നി കേട്ടോ. വണ്ണം വെച്ച് മുഖമൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് 10ാം ക്ലാസ്സിൽ കണ്ടതെന്ന് ഓർക്കണം കേട്ടോ. 28 വർഷം കഴിഞ്ഞു. എന്നിട്ട് അവളെ ഒന്ന് നന്നായി നോക്കി. അവൾ ഇനിയും നോക്കി. പക്ഷെ ഞങ്ങൾക്കങ്ങനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. മനസ്സിലായി പറഞ്ഞാൽ എവിടെയോ കണ്ട് മറന്നൊരു മുഖം അത്രേ തോന്നിയുള്ളൂ. അത് കഴിഞ്ഞ് അവളങ്ങനെ പോയിരുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സബിത അല്ലേ ചോദിച്ചത്, അല്ല എൻ്റെ ഒപ്പം പഠിച്ചിട്ടില്ലേ 10ൽ കോൺവെൻറ്റിലല്ലേ ചോദിച്ചപ്പോൾ അതേ പറഞ്ഞു. അങ്ങനെ പിന്നെ ഓർമ്മ വന്നു കേട്ടോ, സിഫിയ എന്ന് പേര് പറഞ്ഞപ്പോൾ. പിന്നെ അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി. അവളുടെ വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരം കിട്ടിയില്ല, പെട്ടെന്ന് മറന്നുപോയി എടുക്കാൻ. ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയ ശേഷം ഓർമ്മ വന്നത്, എന്താ പറയുക, അവളെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്, അവളെ മക്കളെയൊന്നും. ഇത് കല്യാണ ചെക്കന് അനിയന്മാരേക്കും വിളിച്ച് സ്റ്റേജിൽ കയറ്റിയതിന് പിന്നെ എല്ലാ ഉസ്താദന്മാരേക്കും വന്നിട്ട് ഒരു ദുആയ്ക്കും ചെയ്തു. എന്നാണ് നമ്മുടെ എന്താ പറയുക എൻഗേജ്മെൻറ്റിൻ്റെ മൊത്തം ആൾക്കാരും കൂടിയിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. ഈ സമയത്ത് ഒന്ന് എല്ലാവരും കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും ഊണ് കഴിക്കാൻ പോയി ആരും കിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെക്കൻ വന്നിട്ട് ചെക്കൻ്റെ കൂടെയൊന്നും ഞങ്ങൾക്കൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല തിരക്ക്. എന്താ പറഞ്ഞാൽ അവർ വരുമ്പോൾ തന്നെ 1 മണി ആവാറായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് മാറി കേക്ക് മുറിച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും കുറേ നേരം ലേറ്റായി. അപ്പോൾ ആരും ചെക്കൻ്റെ കൂടെ നിന്ന് മാത്രം ഫോട്ടോ എടുത്തില്ല. അവിടെ നല്ലോണം ലേറ്റ് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ക്ലിയർ ആയി കിട്ടിയില്ല. എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നത് അനില ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ചേലക്കര ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു എന്താ പറയുക ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും അങ്ങനെ സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം. പക്ഷേ മുകളിലാണ്, തട്ടുമുകളിലാണ് എല്ലാവരും ക്കുള്ള സ്റ്റേജും അതേപോലെ എല്ലാവരും ഇരിക്കുന്നത്. ഫുഡ് കഴിക്കുന്ന കൗണ്ടർ ചോട്ടിലുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, മോളിക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ പിന്നെ അനില മണ്ഡപം സൂപ്പറാണ്. അനിയൻ സാജുവിൻ്റെ എൻഗേജ്മെൻറ്റും അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെക്കൻ്റെ സ്റ്റേജിൻ്റെ അടുത്തേക്ക്, കല്യാണ ചെക്കൻ്റെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പെണ്ണിനെ എല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോകണം. തിരക്കം ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസിൽ ആദ്യം ഞാൻ സൗണ്ട് വെച്ചു, പിന്നെ ആ സൗണ്ടൊക്കെ ഞാൻ കളഞ്ഞു. അതൊന്നും എടുക്കുമ്പോൾ ശരിയാവണില്ല, ആകെ കരപര എന്നുള്ള സൗണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൽ നസ്രീനെ കൊണ്ടാക്കി. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ നസ്രീൻ്റെ എന്താ പറയുക ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയിട്ടോ. അവർ കൊണ്ടുവന്ന ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല മാച്ച് ഉണ്ടായിരുന്നു അവൾക്ക് കേട്ടോ. നല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു നല്ല മാച്ചുള്ളൊരു, അവൾക്ക് എന്തായാലും നന്നായി ചേരുന്നുണ്ടായിരുന്നു ആ ഡ്രസ്സ്. അങ്ങനെ ചെക്കനും ഫ്രണ്ട്സും അപ്പുറത്തുണ്ട്, നസ്രിയും ഫ്രണ്ട്സ് ഇപ്പുറത്തുണ്ട്. അങ്ങനെ അവർ ബൊക്ക കൊടുക്കുന്ന സീനാണ് ഗൈസ്. പാട്ടൊക്കെ വേണ്ടതായിരുന്നു അല്ലേ. എന്നെ ഇതിൽ പാട്ട് വെച്ചപ്പോൾ നമ്മുടെ കോപ്പി റൈറ്റിംഗ് വന്ന് എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വോയിസ് മാത്രമേ കൊടുക്കണുള്ളൂ. ഈ ടൈം ആകുമ്പോഴത്തേക്കും കുറേ പേരൊക്കെയും ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ആകെ തിക്കും തിരക്കും ബഹളമാവില്ലേ. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും കുറേ പേര് ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ചെയ്തിട്ടോ, ചെക്കനും പെണ്ണിൻ്റെയും കൂടെ. അതുവരെ ഇവിടെ അവർക്കും കൂടാരിലും വേണ്ടേ. അപ്പം ഞങ്ങളൊപ്പം ഇവിടെ നിന്നു. ഇതെല്ലാവരും കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെയും എടുക്കുമ്പോൾ ആകെ വോയിസിൻ്റെ പ്രശ്നം വിരച്ചിന് വീഡിയോയിൽ.
അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിനെ ഷാഹിദിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടു വന്നു. എന്നിട്ട് ഞാൻ അവളുടെ വീട് ഷാഹിദിൻ്റെ വീട് തൊട്ട് ബാക്കത്തെ വീടാട്ടോ. എന്നിട്ട് ഞാൻ അവളുടെ വീട്ടിലേക്കും പോയി അവൾക്ക് മക്കളെയും എല്ലാം കണ്ടു. അവളുടെ ഹസ്ബൻഡ് ഒറ്റപ്പാലത്ത് റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവൾ ബഹ്റിനിലായിരുന്നു, കുറേ വർഷങ്ങളായിട്ട് ബഹ്റിനിലായിരുന്നു. മക്കളൊക്കെയും ബഹ്റിനിൽ വെച്ചിട്ടാണ് ജനിച്ചത് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം നാട്ടിൽ സെറ്റിലായി റെസ്റ്റോറൻറ്റ് ഇട്ടിട്ട്. അങ്ങനെ എന്തായാലും ഫ്രണ്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ മാത്രം മറന്നുപോയി ഗൈസ്, ആകെ തിരക്കായതുകൊണ്ട്. പിന്നെ കുട്ടികൾ ഓരോരുത്തരായി വന്നിട്ട് നഴ്സറിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞേ കുട്ടികളായതുകൊണ്ട് അവർക്ക് എവിടേക്കാണ് പോകേണ്ടത്, ആരെയിലാണ് കൊടുക്കേണ്ടതെന്ന് ചിലവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചിലർ നേരെ ചെക്കൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ജസ്റ്റ് ഞാനിതെല്ലാം ഒന്ന് വീഡിയോസിൽ എടുത്തു. ഇതാണ് കല്യാണ ചെക്കൻ്റെ പെങ്ങൾ കേട്ടോ. ഈ ഒരു പെങ്ങളാണുള്ളത്. പിന്നെ ഒരു അനിയനും ഒരു പെങ്ങളും ഉള്ളത്. അപ്പോൾ കല്യാണ ചെക്കൻ്റെ അനിയന് ഗൾഫിലാണ്, അതേപോലെ ചെക്കൻ്റെ ഉപ്പയും ഗൾഫിലാണ് കേട്ടോ. അതുകൊണ്ട് അവരാരും എൻഗേജ്മെൻറ്റ് പങ്കെടുത്ത് അവരൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ വന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടിയിരുന്നു കേട്ടോ. മറ്റേ ബോട്ടിയമ്മയിലേക്കും വന്നിട്ട് അങ്ങനെ. ചെക്കൻ്റെ പെങ്ങൾ +2 പഠിക്കുന്നത്. നഴ്സറി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോൾ എന്താ പറയുക, MBA പോലത്തെ എന്തെങ്കിലും കോഴ്സ് നോക്കണം പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. കല്യാണം ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ ആവുള്ളൂ. അപ്പോൾ അതുവരെ പഠിത്തം കളയണ്ടല്ലോ. ഇപ്പോൾ ഡിഗ്രിയുടെ റിസൾട്ട് ഇപ്പോൾ അറിയാൻ പോകുന്നുള്ളവർക്ക്. ഇതാണ് കല്യാണം ചെക്കൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മയും പെങ്ങളും പിന്നെ അവരെല്ലാവരും നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. ഉമ്മയുടെ മുഖത്ത് ഇപ്പം എൻഗേജ്മെൻറ്റ് വരാത്തതിൻ്റെ ദുബായിലല്ലേ വരാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് മുഖത്ത്. ഇത്ര നേരം വീഡിയോ ഈ പറഞ്ഞ പോലെ ബോട്ടിയമ്മിൽ വന്നിട്ട് ഓൺലൈനിലായിട്ട് എല്ലാം കാട്ടിക്കൊടുക്കായിരുന്നു ഷാഹിദിൻ്റെ ഉപ്പാക്കുമ്മ. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറാമാനെ കാണിക്കാൻ പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ ക്യാമറയ്ക്ക് എടുക്കുന്നുണ്ട്, അതുപോലെ റീൽസും എല്ലാം എടുക്കുന്നുണ്ട്. ഒപ്പം ഓരോ പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും നല്ല ഒരു എനർജിയുള്ള ഒരു ക്യാമറാമാൻ. ഇത് നഴ്സറിയുടെ അമ്മയും പെങ്ങളും കുട്ടിയും കൂടിയിട്ട് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ, പിന്നെ അവർ ആങ്ങളമാരും അനിയന്മാരും എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ ഞങ്ങളൊന്നും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഒന്നും വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ആകെ തിരക്കല്ല. അവർ വന്നപ്പോൾ പിന്നെ മാക്സിമം ഞാൻ വീഡിയോസ് എടുത്തു. അവരോട് നിന്നിട്ടൊന്നും എടുക്കാനുള്ള നേരമില്ല, ആകെ തിരക്ക് പിടിച്ചിട്ടിരുന്നു. നമ്മളെങ്ങനെ സമയമുണ്ടെന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ കൂട്ടർ ലേറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ മൊത്തം സമയം ലേറ്റ് ആവില്ല. അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊന്നും നേരം കിട്ടില്ല. അങ്ങനെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ അനിയന്മാർ നിന്നെടുത്തു, പിന്നെ റിലേറ്റീവ്സ് എല്ലാവരും നിന്നെടുത്തു. അപ്പോഴത്തേനും പിന്നെ ഡ്രസ്സ് മാറാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ തിരക്കിലാണ്. അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇനിയിടുക കേട്ടോ. അത് രാഗേന്ദും ഷിനും ഷിഫയും കൂടിയിട്ട് ഈ ഡ്രസ്സിൽ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ അവരെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് സ്റ്റേജിൽ അവളുടെ ഒപ്പം നഴ്സറിയുടെ കൂടെ ഉണ്ടായിരുന്നു, അവരോടി പോയി എടുത്തു. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. ഇവിടെ ഇവരെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു. ഡ്രസ്സ് കേട്ടോ നല്ല ഒരു ഒനിയൻ കളർ, നല്ല ഭംഗിയുണ്ട്. അവൾക്ക് നല്ല മാച്ചായതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. അപ്പോഴത്തേനും വിശന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ടൈം ആകുമ്പോഴത്തേനും. അപ്പോൾ ഇവർക്കും കുഞ്ഞേശ്ശേരി ഒന്നും കഴിച്ചിട്ടില്ല. അവൾ ഛർദ്ദിക്കാൻ വരുന്നു. രാവിലെ തന്നെ ഒന്നും വേണ്ട പറഞ്ഞിട്ട് ഒന്നും കഴിക്കേണ്ട വന്നത്. ഇത് കട കുഞ്ഞന്മാർ കേട്ടോ. അവരുടെ കൂടെ 3 കുഞ്ഞന്മാരും ഒരു അമ്മായിയും. അങ്ങനെ അവരൊരു വീഡിയോ എടുത്തു. പിന്നെ അപ്പോഴത്തേനും എല്ലാവരും ചോറിനാൻ പോയിട്ടും എനിക്കുള്ള ആകെ കാലിയായിട്ട് കിടന്നിരുന്നു. നമ്മൾ ആ ചെക്കനും പെണ്ണുള്ള സമയത്ത് എല്ലാവരും കിട്ടുള്ളൂ. ഇത് പർസനാൻ്റെ എന്താ പറയുക, ഷൗക്കത്തിൻ്റെ ആൾക്കാർ. പിന്നെ ഓർണമെൻറ്റ്സ് ഇടുന്ന തിരക്കാണ്. അപ്പോൾ അതാണല്ലോ ഒരു എൻഗേജ്മെൻറ്റ് ചടങ്ങ് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇവിടെ വന്നിട്ട് ഇത് വേഗം വീഡിയോ എടുത്തു.
മാക്സിമം ഒരുവിധം എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ മിസ്സായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആകെ തിരക്കിൽ പെട്ടെന്ന് ആരെങ്കിലും കണ്ട വർത്തമാനം പറയുന്നത് എന്നിട്ടും അങ്ങനെയൊക്കെ കുറേയൊക്കെ മിസ്സായിട്ടോ. മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കിയിട്ട് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഷാഹിദും ദുബായിലാണ് കേട്ടോ. ദുബായിൽ അല്ലൈനിലാണ് ഷാഹിദ്. ഫ്രൂട്ട്സിൻ്റെ പരിപാടിയാണ് ഷാഹിദിന്. അങ്ങനെ മൊത്തത്തിൽ ഇത് പെങ്ങളാണ്. പിന്നെ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കണം. പിന്നെ റിലേറ്റീവ്സും എല്ലാവരും. പിന്നെ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ കുറേക്ക് വിട്ടുപോയിട്ടുണ്ട്. കുറേ പേര് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോയത് കണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചാൽ. ഞാൻ ആകെ തിരക്കിലായതുകൊണ്ടാണ്. മാക്സിമം ഞാൻ എന്നാലും എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണാത്തവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഷാഹിദ് നിസ്രിയുടെ ആൾക്കാർക്കൊക്കെയും കേക്ക് കൊടുത്തു. അതേപോലെ നിസ്രി ഷാഹിദിൻ്റെ ആൾക്കാർക്കൊക്കെയും കേക്ക് കൊടുത്തു. ഈ പറഞ്ഞ പോലെ ആകെ എല്ലാവരും ടയേർഡായി. ഈ ടൈം ആകുമ്പോഴത്തേനും നേരെ വൈകിയതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട്. ഇത് ഫർസാനാൻ്റെ നാത്തൂനും അതേപോലെ നാത്തൂൻ്റെ അനിയത്തിയും ഹസ്ബൻഡ് നാത്തൂനല്ല ഭർത്താവിൻ്റെ ബ്രദറും വൈഫൊക്കെ. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാൻ. ഗുഡ് ബൈ.